മലയപ്പുലയന മാടത്തിൻ മുറ്റത്ത് മഴ പെയ്ത നാളൊരു വാഴ നട്ടു. അകതാരിലാശകൾ പോലതിലൊരു മരതക കൂമ്പു പൊടിച്ചു വന്നു. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് വായിച്ച് കാണാപ്പാടമാക്കിയ ഒരു കവിതയാണ് ചെങ്ങമ്പുഴയുടെ വാഴക്കുല എന്ന് പറയും. ഇതാണ് പിന്നെ നമ്മുടെ ചിന്താചറു വയലോപ്പള്ളിയുടെ പേരിൽ ചാർത്തി കൊടുത്തത്. ഇതിൻ്റെ ഇംഗ്ലീഷും ഉണ്ട്. ഇത് ഞാൻ പിന്നെ വക്കീലായതിനു ശേഷം കേട്ടതാണ്. മലയാദി പുലയ ഹാസ് പ്ലാന്റഡ് എ പ്ലാന്റൈൻ ഇൻ ഫ്രണ്ട് ഓഫ് ഹിസ് ഹട്ട് ഇൻ എ റെയിനി സീസൺ എന്നാണ്. അത് ഇങ്ങനെ ഈ മഞ്ചേരി വൃത്തത്തിൽ തന്നെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുള്ള ഇപ്പോഴും ഒരു വലിയ അത്ഭുതമായിട്ട് നിൽക്കുകയാണ്. ഞാനിപ്പോൾ ഇത് ഓർത്തെന്താ വെച്ചാൽ ഒരുപാട് കാലം മുമ്പ് പഠിച്ച് മറന്നുപോയതാണെങ്കിലും ഇപ്പോൾ ഓർത്തത് നമ്മുടെ സണ്ണി എം കവിക്കാടിൻ്റെ സ്ഥിതി ആലോചിച്ചിട്ടാണ്. ഈ സണ്ണി എം കവിക്കാട് നമുക്കറിയാം, അദ്ദേഹം രാജ്യത്തെ ഒരു വലിയ ചിന്തകനാണ്, മലയാളത്തിൽ അറിയപ്പെടുന്ന പ്രഭാഷകനാണ്, എഴുത്തുകാരനാണ്, ദളിത് ആക്ടിവിസ്റ്റാണ്, അംബേദ്കറായിട്ടാണ്. അംബേദ്കർ മാത്രമാണ് ഇവിടെ ഒരു ചിന്തകനായിട്ടുള്ളത്. ഈ മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, സർദാർ പട്ടേൽ, അതുപോലെ മൗലാന ആസാദ് മുതലായ കോൺഗ്രസ്സുകാരും സകലമാന BJPക്കാരും RSSകാരും എല്ലാവരും സൈദ്ധാന്തിക ഫ്രോഡുകളാണ്. ഇവരൊക്കെ കാലാകാലങ്ങളിൽ പട്ടികജാതിക്കാരെയും പിന്നാക്ക സമുദായക്കാരെയൊക്കെ ചൂഷണം ചെയ്ത് തടിച്ചു വീർത്ത കൊളയട്ടകളാണ് എന്നൊക്കെ നിരന്തരമായി പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് കവിക്കാട്. അദ്ദേഹം ഒറ്റയ്ക്കല്ല, അതുപോലെ ഒരുപാട് ചിന്തകന്മാർ വേറെയുണ്ട്. ഞാനിപ്പോൾ ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ വൈക്കം സംവരണ മണ്ഡലത്തിൽ നിന്ന് UDFൻ്റെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിയമസഭയിലേക്ക് മത്സരിക്കും എന്ന ഒരു വാർത്ത ഇപ്പോഴല്ല, ഏതാണ്ട് ഒരു 1.5 മാസം മുമ്പ് നമ്മുടെ മൗദൂദി ചാനലിൽ വന്നിരുന്നു. മൗദൂദിയാണത് ബ്രേക്ക് ചെയ്തത്. അപ്പോൾ നമ്മൾ വിശ്വസിച്ചില്ല. ഈ മൗദൂദി ചാനലിൽ വന്നത് പകുതി കൂടുതലും വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷേ അടുത്ത ദിവസം ഏഷ്യാനെറ്റിൽ വന്നു, അതിൻ്റെ അടുത്ത ദിവസം മനോരമയിൽ വന്നു. മനോരമയിൽ വന്നാൽ പിന്നെ വിശ്വസിക്കാതിരിക്കാൻ നിർത്തിയില്ല. കാരണം വെച്ചാൽ UDFൻ്റെ മുഖപത്രമാണ് മനോരമ. അതിൽ തന്നെ കോൺഗ്രസിൻ്റെ ശരിക്കുള്ള മുഖപത്രം വീക്ഷണമല്ല മനോരമയാണ്. അപ്പോൾ മനോരമ ചാനലിൽ വന്നപ്പോൾ ഞാൻ വിശ്വസിച്ചു. മാത്രമല്ല, ഈ VD സതീശൻ നയിച്ച പുതുയുഗ യാത്ര വൈക്കത്ത് വന്നപ്പോൾ കവിക്കാട് സ്റ്റേജ് കയറിയില്ല എങ്കിലും പുള്ളി സതീശൻ്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി വന്നു. ഇദ്ദേഹം സ്ഥാനാർത്ഥിയാകും എന്ന് മിക്കവാറും എല്ലാവരും തന്നെ വിശ്വസിച്ചു. പക്ഷേ ഇപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ അദ്ദേഹമല്ല, വേറൊരു ബിനുമോൻ എന്ന് പറഞ്ഞ ഒരു കതർധാരിയാണ് അവിടെ സ്ഥാനാർത്ഥിയായിട്ട് അവതരിച്ചിട്ടുള്ളത്. കവിക്കാട് മത്സരിച്ചാൽ ജയിക്കുമായിരുന്നു എന്നാണ് മൗദൂദികൾ പറയുന്നത്. കാരണം ഇദ്ദേഹം പരിവർത്തിത ക്രൈസ്തവനാണ്, യഥാർത്ഥ പട്ടിക സമുദായക്കാരനല്ല. പുള്ളിയുടെ അപ്പാപ്പനായിട്ട് ക്രിസ്തുമതം സ്വീകരിച്ച ആളാണ്. പിന്നെ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഹിന്ദുമതത്തിലേക്ക് പുനഃപരിവർത്തനം ചെയ്തതായിട്ട് ഒരു രേഖ ഉണ്ടാക്കി. ആര്യസമാജത്തിലോ ബ്രഹ്മസമാജത്തിലോ ഹിന്ദു മിഷനിലൊക്കെ പോയി ചെറിയൊരു പൈസ കൊടുത്താൽ അവർ ഇതുപോലുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കും. അങ്ങനെ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച പ്രതിഭകൾ നമ്മുടെ നാട്ടിൽ വേറെ ഉണ്ട്. നമ്മുടെ CPM നേതാവ് PK ബിജു ഇതുപോലത്തെ സർട്ടിഫിക്കറ്റുകാരാണ്. കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാവ് കൊടിക്കുന്നിൽ സുരേഷും ഇതുപോലെ ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ട് ഹിന്ദുവായിട്ട് അഭിനയിച്ച് പട്ടികജാതിക്കാരുടെ സൗകര്യം നേടിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ അത്തരം പേർക്കൊക്കെ മേടിക്കാൻ പിന്നെ സണ്ണി കവിക്കാടിന് മേടിച്ചു. അപ്പോൾ അദ്ദേഹം ഏതായാലും വൈക്കത്ത് മത്സരിച്ച് അവിടെയുള്ള 20,000-ഓളം പരിവർത്തിത ക്രൈസ്തവരുടെ വോട്ട് വാങ്ങിച്ച് ജയിച്ച് കേരള നിയമസഭയെ ഒന്ന് പ്രബുദ്ധമാക്കി കളയാം എന്ന് വിചാരിച്ചു. പക്ഷേ കോൺഗ്രസ്സുകാരിലെ മക്കൾ അവർ എന്ത് വേലയും വെച്ച് കളയും. കാര്യം വലിയ സിദ്ധാന്തമൊക്കെ പറയും, നെഹ്റുവിയൻ സോഷ്യലിസം എന്നൊക്കെ പറയും. VD സതീശൻ ഒരു നായരാണ്, രമേശ് ചെന്നിത്തല മറ്റൊരു നായരാണ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അല്പം കറുത്തിട്ടാണെങ്കിലും നായരാണ്. പിന്നെ K മുരളീധരനാരും പറയേണ്ടതില്ല, കാഴ്ചയിലും സംസാരത്തിലും ആക്കത്തിലും തൂക്കത്തിലുമൊക്കെ സവർണനാണ്. സണ്ണി ജോസഫ് കാര്യം മാമോയിസ വെള്ളം വീണ ക്രിസ്ത്യാനിയാണെങ്കിലും സവർണനാണ്. ചുരുക്കി പറഞ്ഞാൽ കോൺഗ്രസ് ലീഡർഷിപ്പ് ആദ്യം അത്യാന്തം സവർണ കേന്ദ്രീകൃതമാണ്. അവിടെ ഈ സണ്ണി കവിക്കാടിനെ പോലെ ഒരു അംബേദ്കറൈറ്റിനെ ആരെങ്കിലും അംഗീകരിക്കും? എനിക്ക് തോന്നുന്നില്ല. അവിടെ ഇവരുടെ പെട്ടി പിടിക്കുന്ന ആളുകൾക്ക് രക്ഷയുള്ളൂ. ഒന്നുകിൽ വെള്ള ഈച്ചറിനെ പോലെ കരുണാകരൻ്റെ പെട്ടി പിടിച്ച ആൾ, അല്ലെങ്കിൽ PK വേലായുധനെ പോലെ ആൻ്റണിയെ പെട്ടി പിടിച്ച ആൾ, അതുമല്ലെങ്കിൽ നമ്മുടെ AP അനിൽകുമാറിനെ പോലെ ഉമ്മൻചാണ്ടിയെ പെട്ടി പിടിച്ച ആൾ. ഇങ്ങനെയുള്ളവർക്ക് രക്ഷയുള്ളൂ. അവരെയാണ് കാൻഷണം ചാംചാസ് എന്ന് പറഞ്ഞത്. അതായത് സവർണ സമുദായക്കാരായ നേതാക്കന്മാരുടെ വാലായിട്ട് നടക്കുന്നത് ചില പട്ടിക സമുദായക്കാരായിട്ടുള്ള നേതാക്കന്മാരുണ്ട്. ഇവരെ ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞല്ലോ, കാൻഷിറം പറഞ്ഞാൽ ചാംചാസ്
അപ്പോൾ ഈ ചംചാസിന് മാത്രമേ ഇവർ അംഗീകരിക്കുള്ളൂ, അവർ മാത്രമേ പ്രോത്സാഹിപ്പിക്കുള്ളൂ, അവർക്ക് മാത്രമേ സ്ഥാനമാനങ്ങൾ നൽകുകയുള്ളൂ. കവിക്കാടനെ പോലെ ഈ പട്ടികജാതിക്കാരുടെ പാവപ്പെട്ടവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിതരാം വാദിക്കുന്നവരെ അവർ വിലവയ്ക്കുകയില്ല. അതാണ് ഇവിടെ സംഭവിച്ചത്. എനിക്കിതിൽ യാതൊരു അത്ഭുതം തോന്നിയില്ല. ഇനി ഇവരെല്ലാവരും തന്നെ മറ്റ് സമുദായക്കാരായിരുന്നെങ്കിൽ പോലും ഇത് കിട്ടുമായിരുന്നില്ല. എന്തിനാ നമ്മൾ അധികം ദൂരേക്ക് കൊണ്ട് ഡോക്ടർ അംബേദ്കറുടെ ജീവിത കഥ തന്നെ വായിച്ചാൽ മതി. 1946 നെഹ്റു ഇടക്കാല ഗവൺമെൻറ് രൂപീകരിച്ചപ്പോൾ, അന്ന് ബ്രിട്ടീഷുകാരുടെ ഭരണം തീർന്നിട്ടില്ല, അതിൻ്റെ അവസാന സമയമാണ്. ഇടക്കാല ഗവൺമെൻറ് രൂപീകരിച്ചപ്പോൾ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിട്ട്, അല്ലെങ്കിൽ പട്ടികജാതിക്കാരുടെ ഒരു പ്രതിനിധിയായിട്ട് അംബേദ്കറെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്നതാണ് എല്ലാവരും വിചാരിച്ച്. അംബേദ്കർ അടക്കം അങ്ങനെ വിചാരിച്ച്. പക്ഷേ നെഹ്റു ചെയ്തു, അദ്ദേഹത്തിൻ്റെ ഒരു ചമച്ചയായിട്ടുള്ള ബാബു ജഗജീവൻ റാമിനെയാണ് മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയത്. അംബേദ്കർ പ്രതിഷേധിച്ചു, പക്ഷേ നെഹ്റു മൈൻഡ് ചെയ്തില്ല. ഇനി ഭരണഘടനാ അസംബ്ലിയിലേക്ക് അംബേദ്കർക്ക് ഒരു ടിക്കറ്റ് കൊടുക്കാനായിട്ട് മത്സരിക്കാൻ സീറ്റ് കിട്ടുമല്ലോ, അത് കൊടുക്കാൻ നെഹ്റു കൂട്ടാക്കിയില്ല. പിന്നീട് പശ്ചിമ ബംഗാളല്ല, അന്ന് അവിഭക്ത ബംഗാളാണ്, ബംഗാളിൽ നിന്ന് ആണ് നമ്മുടെ അംബേദ്കർ ജയിച്ചത്. അതും ലീഗിൻ്റെ പിന്തുണയോടാണ്. കോൺഗ്രസ് അദ്ദേഹത്തെ പരിഗണിച്ചില്ല. അപ്പോൾ ഇതാണ് അംബേദ്കറുടെ സ്ഥിതി. ഇനി അംബേദ്കർ പിന്നീട് നെഹ്റു ദേശീയ ഗവൺമെൻറ് ഉണ്ടാക്കിയപ്പോൾ അതിൽ ലോ മിനിസ്റ്ററായി എങ്കിലും ഭരണഘടനാ പിതാവൊക്കെ ആയി മാറിയെങ്കിലും അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നെഹ്റുവിൻ്റെ പട്ടികജാതി വിരുദ്ധ നിലപാടുകളിൽ പ്രതിഷേധിച്ചിട്ടും കൂടിയാണ് അംബേദ്കർ ക്യാബിനറ്റിൽ നിന്ന് രാജിവെച്ചത്. അദ്ദേഹം പാർലമെൻറ്റിൽ നടത്തിയ പ്രസംഗം വളരെ പ്രസിദ്ധമാണ്. കിഴക്കൻ പാകിസ്ഥാനിൽ പട്ടികജാതിക്കാർ നേരിടുന്ന വലിയ പീഡനങ്ങൾക്കെതിരെ നെഹ്റു ഫലപ്രദമായി ഒന്നും ചെയ്തില്ല എന്ന് അംബേദ്കർ ഉറച്ച സ്വരത്തിൽ ആരോപിച്ചു. അത് കഴിഞ്ഞ് 51 അവസാനം 52 ആദ്യമായിട്ട് നടന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ അംബേദ്കർ ബോംബെയിൽ മത്സരിക്കുകയാണ്. അത് ദ്വയാംഗ മണ്ഡലമാണ്, ഇന്നത്തെ പോലെയല്ല. ഒരേ മണ്ഡലത്തിൽ നിന്ന് 2 പേരെ തിരഞ്ഞെടുക്കാം. ഒരാൾ പട്ടികജാതിക്കാരനായിരിക്കും, ഒരാൾ പട്ടികേതര സമുദായക്കാരനായിരിക്കും. അവിടെ സോഷ്യലിസ്റ്റുകാരുമായിട്ടാണ് അംബേദ്കർ മുന്നണി ഉണ്ടാക്കിയത്. ആ മണ്ഡലത്തിൽ അംബേദ്കർ തോൽപ്പിക്കാനായിട്ട് സാക്ഷാൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ബോംബെയിൽ ചെന്ന് പ്രസംഗിച്ചു. ഏതാണ്ട് 2.5 ലക്ഷം ആളുകളാണ് നെഹ്റുജിയുടെ പ്രസംഗം കേൾക്കാനെത്തിയത്. ആ പ്രസംഗത്തിന് ശേഷമാണ് അംബേദ്കർ ഏതാണ്ട് 15,000 വോട്ടുകൾക്ക് പരാജയപ്പെട്ടത്. അങ്ങനെ അംബേദ്കർ തോൽപ്പിച്ചാരെന്നറിയാമോ? അതായാലും ഒരു തമാശയാണ്. ഒരു ഡയറി ഫാം നടത്തുന്ന ആളാണ്, പശുക്കറവക്കാരനായിരുന്നു കെജ്രിവാളല്ല, ഒരു ഡയറി ഫാം നടത്തുന്ന ആളാണ്, ഒരു പശുക്കറവക്കാരൻ. അദ്ദേഹത്തിൻ്റെ പേര് കജുറോൾക്കർ എന്നാണ്, നാരായൺ കജുറോൾക്കർ എന്നാണ് എൻ്റെ ഓർമ്മ. ഈ കജുറോൾക്കറും ഡോക്ടർ അംബേദ്കറും തമ്മിൽ വല്ല താരതമ്യമുണ്ടോ? ഇല്ല. പക്ഷേ കോൺഗ്രസ്സുകാരായ നല്ലവരായ നാട്ടുകാർ, നെഹ്റുജിയുടെ ആരാധകർ എല്ലാവരും കജുറോൾക്കർക്ക് വോട്ടിച്ചു, അംബേദ്കർ തോറ്റു. അപ്പോൾ ഇതാണ് കോൺഗ്രസിൻ്റെ തറവാട്ട് പാരമ്പര്യം. നെഹ്റു കാണിച്ചതല്ലേ സതീശനും ചെന്നിത്തലയൊക്കെ പാലിക്കുകയുള്ളൂ. അതുകൊണ്ട് അംബേദ്കർ അതിൽ നമ്മുടെ കേരള അംബേദ്കർ ആയിട്ടുള്ള സണ്ണി കവിക്കാട് അതിൽ ദുഃഖിക്കാറൊന്നുമില്ല. അംബേദ്കർ വിജയം നമുക്ക് കിട്ടി എന്ന് വിചാരിച്ച് സമാധാനിച്ചാൽ മതി. പിന്നെ ഞാൻ ചെങ്ങമ്പുഴയിലേക്ക് മടങ്ങുകയാണ്. ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമ്പോൾ പതിതരെ നിങ്ങൾ താൻ പിന്മുറക്കാർ എന്നാണ്. ഇന്ന് ഇംഗ്ലീഷ് പറയാൻ പറയുന്നു, ഞാൻ മറന്നുപോയി.